എലിസബത്തിനും കുടുംബത്തിനും ജീവന് വരെ ഭീഷണി. ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു. തന്നെ ബോധപൂർവം അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണവുമായി നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ. കാറിൽ യാത്ര ചെയ്യവേ മറ്റൊരാൾ തന്റെ വാഹനത്തിൽ 3 തവണ ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് എലിസബത്തിന്റെ ആരോപണം. ഇപ്പോൾ വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലേ എന്നറിയില്ല, ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു. ഒരു തവണ ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു. വീണ്ടും അയാൾ 3-ാമത്തെ തവണ ഇടിച്ചു. പക്ഷേ ഇടിക്കുന്നത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല, അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല, അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിൻ്റെ മുകളിൽ ഇടിക്കുന്ന കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമില്ലാണ്ട് ആണ് ഓടിക്കണേ, അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെയറിയില്ല. ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നല്ലോ ഇങ്ങനെയൊക്കെ സംഭവം. 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ എലിസബത്ത് വീണ്ടും പുതിയ വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. താനിപ്പോൾ സുരക്ഷിതയാണെന്നും അവർ വീഡിയോയിൽ പറയുന്നു. സേഫ് ആണോ എന്ന് പലരും ചോദിച്ചിരുന്നു. ഇതുവരെ സേഫ് ആണെന്ന് മറുപടി നൽകുകയാണ് എലിസബത്ത്. അത്രയേ പറയാൻ പറ്റുകയുള്ളൂ. അടുത്തത് എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന മുഖവരിയോടെയാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. തനിക്കും തന്റെ കുടുംബത്തിനും ജീവന് ഭീഷണിയുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഞാൻ ഇപ്പോൾ സേഫാണ്. എല്ലാവരും അന്വേഷിച്ചതിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്ത് തന്നെ കുറേ ആൾക്കാർക്ക് ഭീഷണികളും അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളൊക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. സോറി. ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നതിൽ ഭയങ്കര ഒരു സോറി പറയണമെന്ന് എനിക്ക്. എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എനിക്ക് നീതി കിട്ടുന്ന ഉറപ്പായിട്ട് ഞാൻ ഇട്ട വീഡിയോകളൊന്നുമല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിലുള്ള ഉദ്ദേശം ഞാൻ ചത്താലും എനിക്ക് നടന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, കുറേ ഒഫൻസുകൾ, ക്രിമിനൽ സാധനങ്ങൾ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച് നടന്നതും അതുപോലെ ചെയ്യാൻ പ്ലാൻ ഇട്ടതും അതുപോലെ തന്നെ പല ആൾക്കാരുടെ ചതിച്ച കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം.